അത് വളരെ ഗുരുതരമാണ്. 3/6/24 സർക്കാർ എങ്ങനെയാണ് ഇങ്ങനെ ഒരു കത്ത് ഇറക്കുക? ആ കത്തിന്റെ ബേസ് ചെയ്തുകൊണ്ടാണ് ജയിൽ DGP ഇത്തരത്തിലൊരു റിപ്പോർട്ടിന് ആവശ്യപ്പെടുന്നതും. വിവാദമായ 22-ാം തീയതിയാണ് ഇത് വിവാദമാകുന്നത്. വാർത്താ മാധ്യമങ്ങളൊക്കെ പുറത്തുവിട്ടതിന് ശേഷം അന്ന് വൈകുന്നേരം എന്റെ അടുത്ത് വന്നിട്ട് പോലീസ് മൊഴിയെടുക്കുകയാണ്. 22-ാം തീയതി രാവിലെ ഈ വാർത്ത നിങ്ങളൊക്കെ ബ്രേക്ക് ചെയ്യുന്നു, നമ്മളെല്ലാം ചർച്ച ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അന്ന് ഉച്ചയ്ക്കാണ് ജയിൽ മേധാവിയുടെ പ്രസ് മീറ്റ് വരുന്നത്. അത് നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല. അന്ന് വൈകുന്നേരം 22-ാം തീയതി വൈകുന്നേരം പോലീസ് എന്റെ അടുത്ത് വന്ന് ഇരയാക്കവരുടെ ബന്ധുക്കളിൽ നിന്ന് അതിന്റെ റിപ്പോർട്ട് വേണം, അതെടുക്കാൻ വേണ്ടി എന്റെ അടുത്ത് വരുന്നു. പാനൂർ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥൻ. എങ്ങനെയാണ് അങ്ങനെയൊക്കെ പോകേണ്ട ആവശ്യം? അപ്പൊ ഇതൊക്കെ വളരെ വ്യക്തമാണ് മഞ്ജുഷ്. ഇത് സർക്കാർ ആലോചിച്ച് തന്നെയാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോയത്. ഈ പ്രതികളെ രക്ഷിക്കുക എന്നത് തന്നെയാണ് സർക്കാരിന്റെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏത് പഴുത് ഉപയോഗിച്ചുകൊണ്ട് ഈ 3 പേരല്ല 13 പേര് അകത്ത് കിടക്കുന്നുണ്ടല്ലോ. പിന്നെ പൊതുസമൂഹം ഓർക്കും, പലരും വിചാരിക്കും ഇവരൊക്കെ അകത്താണെന്ന്. പക്ഷേ പെരുമാറ്റച്ചട്ടം എന്ന് തീർന്നോ? ജൂൺ 6-നാണല്ലോ പെരുമാറ്റച്ചട്ടത്തിന്റെ കാലാവധി തീർന്നത്. അടുത്ത ദിവസം തന്നെ ഇവരിൽ കുറച്ച് പേർ വെളിയിൽ എത്തിക്കഴിഞ്ഞു. പരോൾ ഇവർക്ക് കിട്ടിക്കഴിഞ്ഞു. പലർക്കും പരോളിലാണ് എന്നുള്ള കാര്യം താങ്കൾക്ക് എന്നേക്കാൾ കൂടുതലായിട്ട് അറിയാമല്ലോ. ഏതൊക്കെ കുറ്റവാളികളാണ് TP കേസിലെ ഏതൊക്കെ കുറ്റവാളികളാണ് ഇപ്പോൾ വെളിയിൽ വിഹരിക്കുന്നത് എന്നുള്ള കാര്യം. എൻ്റെ ഒരു സംശയം എന്ന് പറയുന്നത്, എങ്ങനെ സാധിക്കും ഇവർക്ക് ശിക്ഷ ഇളവ് നൽകാൻ? എങ്ങനെ സാധിക്കും? നടക്കാത്ത കാര്യമാണെന്ന് സർക്കാരിന് അറിയാം. ഇപ്പോൾ ഹൈക്കോടതിയുടെ ഏറ്റവും പുതിയ ഉത്തരവ് വന്നതോടുകൂടി പിന്നെ എന്താണ് സർക്കാർ ഇക്കാര്യത്തിൽ ഉദ്ദേശിക്കുന്നത്? അല്ല, വളരെ വ്യക്തമായിട്ട് സർക്കാർ അറിയാം. ആർക്കും ഇത് സുപ്രീം കോടതിക്കല്ലാതെ മറ്റാർക്കും ഇത് മാറ്റാൻ സാധിക്കില്ല. ഇനി റെമിഷൻസ് കൊടുക്കണമെങ്കിൽ ഒന്നുകിൽ ഗവർണർ വിചാരിക്കണം, അല്ലെങ്കിൽ രാഷ്ട്രപതി വിചാരിക്കണം. ഇത് രണ്ടുപേരല്ലാതെ മറ്റാർക്കും ഇതിന് സാധിക്കില്ല. ഇതൊക്കെ എന്നാലും നിയമം അവിടെയുണ്ട്. 20 വർഷത്തേക്ക് ഒരു കാരണവശാലും വിട്ടയക്കാൻ പാടില്ല എന്ന്. ഇത് സർക്കാരിന് അറിയാഞ്ഞിട്ടല്ല മഞ്ജുഷ്. പക്ഷേ അതിനകത്തുള്ള ഒരു കാര്യം, അതിന്റെ പിന്നിൽ ഒളിച്ചിരിക്കുന്നത് എന്താണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിന്റെ കാര്യം എന്ന് പറയുന്നത്, ഈ പ്രതികൾക്ക് ഒരു സമാധാനം കൊടുക്കുക, നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് എന്ന് ആ പ്രതികളെ തോന്നിപ്പിക്കുക മാത്രമാണ് ലക്ഷ്യം. കാരണം അണ്ണൻ സിജിത്തോ TK രജീഷോ മുഹമ്മദ് ഷാഫിയോ വാ തുറന്നു കഴിഞ്ഞാൽ ഇത് പ്രതിക്കൂട്ടിലാകുന്നത് ഇവിടുത്തെ സംസ്ഥാന ഭരണ നേതൃത്വമാണ് എന്ന് വളരെ നന്നായിട്ട് ഇവർക്കറിയാം. അതുകൊണ്ട് തന്നെ അവർ മിണ്ടാതിരിക്കാൻ, അസ്വസ്ഥരായിക്കൊണ്ടിരിക്കുന്ന അവരുടെ വായടപ്പിക്കുക എന്നത് തന്നെയുള്ള ഒരു തന്ത്രമാണ് ഇതിനകത്ത് പറയുന്നത്. കാരണം ഞങ്ങൾ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി, പക്ഷേ നിങ്ങളെ വിട്ടയക്കണമെന്ന് സർക്കാരിന് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ അതിന് സാധിക്കില്ല. കാരണം ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി, ഇതാ നിങ്ങൾ കണ്ടില്ലേ ഇത്തരം കോലാഹലങ്ങൾ ഉണ്ടായി എന്ന് അവരോട് പറയാലോ. ഇത് തന്നെയാണ്. അതിലപ്പുറത്തേക്ക് മറ്റൊരു കാര്യവും ഇതിനകത്ത് നടക്കില്ല. ഇത് ഞാൻ കഴിഞ്ഞ ദിവസേ പറഞ്ഞൊരു വിഷയമാണ്. ഇതാണ് ഇതിനകത്തുള്ള വസ്തുത. പക്ഷേ ഇപ്പോഴും എന്നിട്ട് ഇതറിഞ്ഞിട്ടും ഇപ്പോഴും സർക്കാർ ഇന്ന് നിയമസഭയിൽ അടിയന്തര പ്രമേയം കൊണ്ടുവന്നപ്പോൾ സർക്കാർ, മുഖ്യമന്ത്രിയല്ല പറയുന്നത്, സ്പീക്കറാണ് ഇതിന് മറുപടി പറയുന്നത്. സ്പീക്കർ എങ്ങനെയാണ് ഗവൺമെന്റിന്റെ കാര്യം പറയുന്ന ഒരാളായി മാറുക? സ്പീക്കർക്ക് അതിന് അധികാരമില്ല. സ്പീക്കർ സഭയുടെ നാഥനാണ്. ആ സഭയിൽ അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് കാര്യങ്ങൾ പരിഹരിക്കേണ്ട ഒരു ആളാണ്, നാഥനാണ് സ്പീക്കർ എന്ന് പറയുന്നത്. ഗവൺമെന്റ് കാര്യം പറയാൻ സ്പീക്കറിന് യാതൊരു അധികാരവുമില്ല. അപ്പോൾ ഗവൺമെന്റ് അങ്ങനെ തീരുമാനിച്ചിട്ടില്ല എന്ന് സ്പീക്കറാണ് പറയുന്നത്. ഇവിടെ എല്ലാം ചട്ടലംഘനങ്ങളാണ് നടക്കുന്നത്. മുഖ്യമന്ത്രിക്ക് അതുപോലും പറയാനുള്ള ധൈര്യം നിയമസഭയിലില്ല. മുഖ്യമന്ത്രിക്ക് ഇന്ന് പറയുവാനുള്ള സുവർണ അവസരമായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് അദ്ദേഹം ചോദ്യം അവിടെ ഉന്നയിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല എന്നതാണല്ലോ. സ്പീക്കർ പദവിയെ മാനിക്കുകയാണ്. കാരണം സ്പീക്കർ എന്ന് പറയുന്നത് മാനിക്കപ്പെടേണ്ട ഒരു പദവിയാണ്. പക്ഷേ ആ പദവിയിലിരിക്കുന്നത് AN ഷംസീർ എന്ന വ്യക്തിയാണെങ്കിൽ ബുദ്ധിമുട്ടാണ് മാനിക്കാൻ. കാരണം എന്ന് പറയുന്നത് TP കേസിലെ പ്രതിയുടെ വിവാഹത്തിന് പോയ AN ഷംസീറാണ് ഇന്ന് നിയമസഭയിൽ ഈ തരത്തിൽ പെരുമാറിയതെങ്കിൽ അത് ബുദ്ധിമുട്ടാണ് ന്യായീകരിക്കാൻ. പക്ഷേ സ്പീക്കർ പദവിയെ മാനിച്ചുകൊണ്ട് പറയട്ടെ, സ്പീക്കർ അങ്ങനെ ഒരു അവിടെ ആ രീതിയിൽ ഇടപെട്ടത് അദ്ദേഹത്തിൻ്റെ പദവി അനുസരിച്ച് ശരിയായിരിക്കാം. പക്ഷേ AN ഷംസീർ ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ TP കേസിലെ പ്രതികളുമായിട്ടുള്ള അദ്ദേഹത്തിനുള്ള ബന്ധം അതറിയാവുന്നതാണ്. അത് മാത്രമല്ല, മുമ്പ് ഒരവസരത്തിൽ ഒരു ചർച്ചയിൽ ഇരുന്ന സമയത്ത് AN ഷംസീർ, ഞാൻ എടുത്തു പറയുകയാണ്, സ്പീക്കറല്ല, AN ഷംസീർ എൻ്റെ ചർച്ചയിൽ തന്നെ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എന്തുകൊണ്ട് താങ്കൾ ആ വിവാഹത്തിന് പങ്കെടുത്തു, TP കേസിലെ കുറ്റവാളിയാണെന്ന് അറിഞ്ഞുകൊണ്ട് ആ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി ഞാൻ ഓർത്തു പോവുകയാണ്. ഇത് അവർക്കൊരു
കറക്റ്റീവ് മെഷർ ആയിക്കോട്ടെ, അവർ നന്നാകുന്നെങ്കിൽ നന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ആ വിവാഹത്തിൽ പങ്കെടുത്തത് എങ്കിൽ എന്നാണ് ഷംസീർ പറഞ്ഞത്. ആ ഷംസീറാണ് ഇന്ന് നിയമസഭയിൽ ഷംസീർ എന്ന രീതിയിലാണ് പെരുമാറിയതെങ്കിൽ അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇതൊക്കെ കേൾക്കുന്ന പരോൾ അനുവദിക്കാം, ഒരു ജയിൽ, അപ്പോൾ ചോദിക്കും ജയിൽ പുള്ളികൾക്ക് പരോള് കിട്ടണ്ടേ? പരോള് കിട്ടും. എങ്ങനെയാണ്? 1 വർഷം 60 പരോളാണ് ഒരു പ്രതിയെ സംബന്ധിച്ച് സാധാരണമായി കിട്ടുന്ന പരോൾ. അതല്ല, അടിയന്തരമായിട്ട് എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ 45 ദിവസം കൂടി അനുവദിക്കാം. അതാണ് ജയിൽ ചട്ടം. അതിന് തന്നെ അടിയന്തരമായിട്ടുള്ള മരണമോ അല്ലെങ്കിൽ അസുഖമോ അല്ലെങ്കിൽ ഉണ്ട് എന്നുള്ളത് സർട്ടിഫൈ ചെയ്തതിന് ശേഷം മാത്രം പരോള് കൊടുക്കുന്നതാണ് ഈ അടിയന്തര അവധി എന്ന് പറയുന്നത്. സാധാരണ പരോളിന് തന്നെ പുറത്തിറങ്ങിയാൽ നാട്ടിൽ മറ്റൊരു പ്രശ്നങ്ങളും ഇല്ല എന്നുള്ള ബന്ധപ്പെട്ട സ്റ്റേഷനിൽ നിന്നൊക്കെ റിപ്പോർട്ട് വേണം. പക്ഷെ ഇവർ പുറത്തിറങ്ങിയാൽ എപ്പോഴും കൊട്ടേഷൻ പ്രവർത്തനത്തിൽ ഏർപ്പെടുത്തുന്നതും കേസിൽ പെടുന്നതും, എത്ര ക്രിമിനൽ കേസുകളിൽ ഇവരൊക്കെ പെട്ടിട്ടുണ്ട്. പക്ഷെ വീണ്ടും വീണ്ടും അവർക്ക് പരോള് നടക്കുന്നു. എന്തുകൊണ്ട് ഈ കേസിലെ പ്രതികൾക്ക് മാത്രം ഇപ്പോഴും ഇങ്ങനെ വഴിവിട്ട പരോള് കൊടുക്കുന്നു എന്നതിനെ സംബന്ധിച്ച് എന്തുത്തരമാണ് സർക്കാരിന് തരാനുള്ളത്? എന്താണ് ഇവർക്ക് പറയാനുള്ളത്? എന്തായാലും ഇതിനൊരു മറുപടി സർക്കാരിൽ നിന്ന് കെ രമ പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഇപ്പോഴൊന്നും. ഇനി ഈ നിയമസഭാ കാലയളവിൽ പോലും ഈ വിഷയം ഉന്നയിക്കുവാനുള്ള ഒരു അനുവാദം കിട്ടുമെന്നും താങ്കൾക്ക് പ്രതീക്ഷയില്ലല്ലോ. നിയമപരമായി ഈ വിഷയത്തിൽ എന്തെങ്കിലും നീക്കം നടത്തുവാനുള്ള ആലോചനയുണ്ടോ? ഇതിങ്ങനെ പൊതുസമൂഹം ചർച്ച ചെയ്ത് എന്ന് വെച്ചാൽ ഇത് എവിടെയെങ്കിലും ഇതുകൊണ്ട് ചെന്ന് അവസാനിപ്പിക്കേണ്ടേ? ഹൈക്കോടതിയുടെ ഈ പുതിയ വിധി വന്നതോടുകൂടി ഇവർക്ക് ശിക്ഷാ ഇളവ് കൊടുക്കുന്നതിനെ പറ്റി ആലോചിക്കുകയേ വേണ്ട, ഇരട്ട ജീവപര്യന്തമാക്കിയപ്പോഴെങ്കിലും ആശ്വസിച്ചതാണ്. പക്ഷെ അവിടെയും വീണ്ടും ഇത്തരത്തിലുള്ള ചെയ്തികളാണ് നടക്കുന്നതെങ്കിൽ ഇതെവിടെ ചെന്ന് പരാതിപ്പെടും? അല്ല മഞ്ജുഷ്, ഇത് എവിടെയും ചെന്ന് പരാതിപ്പെടണ്ട. പരാതിപ്പെട്ടത് കൊണ്ട് നമുക്കതൊന്നും കിട്ടാനില്ല. പക്ഷെ കേരളത്തിലെ ജനകീയ കോടതി ഇതിന്റെ വിധി എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ നോക്കൂ, 2012 ശേഷം 2008 ശേഷം CPM നിലം തൊട്ടിട്ടില്ല വടകരയിൽ. എല്ലാ തെരഞ്ഞെടുപ്പിലും കിട്ടുന്ന കനത്ത പരാജയമുണ്ട്. ആ പരാജയമൊക്കെ ഇതിന്റെ അടിസ്ഥാനം, ജനങ്ങൾ ഇതിനെതിരെ കൃത്യമായി മറുപടി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ പഴുതിൽ കൂടെ നിയമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഇവർക്ക് ചെയ്യാനുള്ള ശ്രമം നടത്തും. പക്ഷേ അതൊന്നും കേരളത്തിലെ പൊതുസമൂഹം, ജനാധിപത്യ പൊതുസമൂഹം, മനസാക്ഷിയുള്ള ഒരു മനുഷ്യരും അംഗീകരിക്കുന്ന കാര്യങ്ങളല്ല. അതിന്റെയൊക്കെ തിരിച്ചടികളാണ് ഓരോ തിരഞ്ഞെടുപ്പിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മഞ്ജുഷ്. അത് ഇനിയും കിട്ടും, ഒരു സംശയവും വേണ്ട. ഇത്തരത്തിലെ നീക്കങ്ങൾ കൊണ്ട് ഇവർ ഇനിയും പോവുകയാണെങ്കിൽ അതിനൊക്കെയുള്ള മറുപടി ഇനിയും കേരളത്തിലെ ജനം കൊടുക്കും. ജനമുണ്ട് ഇത്തരത്തിലൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് എന്ന് തന്നെയാണ് നമ്മുടെയൊക്കെ ആശ്വാസവും സമാധാനവും. മഞ്ജുഷിനെ പോലെയുള്ള അല്ലെ മീഡിയ പ്രവർത്തകരൊക്കെ തീർച്ചയായിട്ടും നീതിയുടെ കൂടിയാണല്ലോ, നന്മയുടെ കൂടിയാണല്ലോ, മനുഷ്യപക്ഷത്താണല്ലോ നിൽക്കുന്നത്. ആ പക്ഷമാണ് ഒറ്റ ചോദ്യം കൂടി ശ്രീമതി കെ രമ, ഒറ്റ ചോദ്യം കൂടി. താങ്കൾ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, മുഖ്യമന്ത്രിയുടെ പിണറായി വിജയന്റെ മുഖത്ത് നോക്കി ചില ചോദ്യങ്ങൾ ചോദിക്കണം എന്നുള്ളത്. എന്തുകൊണ്ട് എന്നുള്ളത്, എന്താണ് എന്നുള്ളത്, അത് നടക്കില്ല, അത് സമ്മതിക്കില്ല എന്നുള്ള പിടിവാശിയാണോ അദ്ദേഹത്തിനുള്ളത്? അങ്ങനെ ഒരു തോന്നൽ താങ്കൾക്കുണ്ടോ ഇപ്പോൾ, ഇന്നത്തെ ഈ സംഭവം കൂടി കഴിഞ്ഞപ്പോൾ നിയമസഭയിലെ? തീർച്ചയായിട്ടും മഞ്ജുഷ്, അതൊരിക്കലും അനുവദിക്കില്ല, അതിലൊരു സംശയമല്ല. അതുകൊണ്ടാണ് ഇന്ന് മുഖ്യമന്ത്രി പറയേണ്ടത് സ്പീക്കർ പറയുന്ന ഒരു സാഹചര്യം, ബഹുമാനപ്പെട്ട സ്പീക്കർ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അങ്ങനെ ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അത് പറയാം. അത് പറയാനുള്ള ധൈര്യം അദ്ദേഹത്തിനില്ല. നമ്മുടെ ചോദ്യങ്ങൾ എന്തായിരിക്കുമെന്ന് അവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ആ ചോദ്യങ്ങളെ CPM ഭയക്കുന്നുണ്ട്, പാർട്ടി നേതൃത്വവും ഭരണ നേതൃത്വവും ഭയക്കുന്നുണ്ട്.